നമസ്കാരം. ഏപ്രിൽ മാസം വരികയാണ്. സാധാരണ ഏപ്രിൽ 1 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് ഏപ്രിൽ ഫൂളാണ്. എന്നാൽ ഇത്തവണ ചില നക്ഷത്ര ജാതകർക്ക് വിധി കാത്തുവച്ചിരിക്കുന്നത് തമാശയല്ല, മറിച്ച് തങ്കം പോലത്തെ ജീവിതമാണ്. കഴിഞ്ഞ കുറേ കാലമായി ശരിക്കും പെട്ടുപോയ അവസ്ഥയിലായിരുന്നോ ഈ നക്ഷത്രജാതകർ? എങ്കിൽ ആ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല കാലം പിറക്കാൻ പോവുകയാണ്. ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക്, ഈ 7 നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടുന്ന സമയം തന്നെയാണ്. ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി എന്ത് ചെയ്താലും പരാജയമാണ്. കടം കയറി മുടിഞ്ഞ അവസ്ഥ, അല്ലെങ്കിൽ കുടുംബത്തിലെപ്പോഴും വഴക്ക്. എങ്കിൽ സന്തോഷിച്ചോളൂ, നിങ്ങളുടെ കഷ്ടകാലത്തിൻ്റെ ആയുസ് ഇനി വെറും എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ്. ഭാഗ്യം വാതിക്കൽ വന്നു നിൽക്കുന്നു. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും എത്തിച്ചേരുന്ന 7 നക്ഷത്രജാതകർ. ആ 7 നക്ഷത്രജാതകർ ആരൊക്കെയാണെന്നും ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്നും പോകേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നും ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 1-ാം തീയതി പിറക്കുമ്പോൾ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു രാജകീയമായ വരവേൽപ്പുണ്ടാകും. പല ദിക്കിൽ നിന്നും ഈ നക്ഷത്രജാതകർക്ക് ധനം വന്നു ചേരും. ഇവരുടെ ജീവിതം പാടെ മാറും. ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇവർക്ക് ലഭിക്കുന്ന സമയമാണ്. അങ്ങനെ വലിയ ധനസ്ഥിതിയിലെത്തുന്ന, ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന നക്ഷത്രജാതകരെ ഓരോരുത്തരായി നമുക്കറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. കുടുംബൈശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുകിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തിസ്വരൂപിണിയുമായ അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. പ്രാർത്ഥിക്കും. നാളെ ഞായറാഴ്ചയാണ്, പ്രത്യേക പൂജ ഉണ്ടാകും. നാളെ രാവിലെ തന്നെ ഞാൻ നിങ്ങളെ ഒക്കെയും പൂജയിൽ പങ്കെടുപ്പിക്കും. ഇപ്പോൾ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നമുക്കറിയാം, ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുന്ന ആ നക്ഷത്രജാതകരെ. ഈ പറയുന്ന നക്ഷത്രജാതകർ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അനുഭവിച്ച ദുരിതങ്ങൾ ചില്ലറയൊന്നുമല്ല. ശരിക്കും തവിട് തിന്നുന്നവന് ശർക്കര എന്ന് പറഞ്ഞതുപോലെ ഒന്ന് നേരെയാകുമ്പോൾ മറ്റൊന്ന് ചീറ്റുന്ന അവസ്ഥയായിരുന്നു. കയ്യിൽ പണം വരും, പക്ഷേ വന്നതിനേക്കാൾ വേഗത്തിൽ അത് ചിലവാകാൻ 100 വഴികൾ മുന്നിലുണ്ടാകും. അർഹതപ്പെട്ടതൊന്നും കയ്യിൽ കിട്ടാതെ വരിക, അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ അനാവശ്യ കുറ്റപ്പെടുത്തലുകൾ. വീടിന് പുറത്തിറങ്ങിയാൽ ഒരു സമാധാനം കിട്ടും, പക്ഷേ അകത്ത് കയറിയാൽ പുകച്ചിലായിരിക്കും ഉള്ളിൽ. അങ്ങനെയല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടാകും, ഇതെന്നെക്കുറിച്ചാണല്ലോ പറയുന്നത് എന്ന്. പേടിക്കണ്ട. ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കാൻ പോവുകയാണ്. 7 ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ആ ഭാഗ്യവാന്മാരിലേക്ക് കടക്കാം. ഏപ്രിൽ 1 മുതൽ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും.
ആ നക്ഷത്ര ജാതകർ ഇവരാണ്. ഒന്നാമത്തെ നക്ഷത്രം രോഹിണിയാണ്. തടസ്സപ്പെട്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്ന സമയമാണ്. സാമ്പത്തികമായി ഭദ്രതയുണ്ടാകുന്ന സമയം. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ രോഹിണിക്ക് കഴിയും. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നക്ഷത്ര ജാതകർ. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മകയിരമാണ്. തൊഴിൽപരമായ വലിയ നേട്ടങ്ങൾ ഇവരെ തേടിയെത്താൻ പോവുകയാണ്. ചിലപ്പോൾ വിദേശത്തേക്ക് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഒരു നല്ല ജോലി ലഭിക്കാനുള്ള യോഗം വന്നു ചേരും. അതുമല്ലെങ്കിൽ ധാരാളം ധനം വന്നു ചേരുന്ന ഏതെങ്കിലും ഒരു ബിസിനസ് ആരംഭിക്കാൻ ഇവർക്ക് സാധ്യമാകും. മനസ്സിൽ സ്വപ്നം കണ്ടിരുന്ന ഒരു ബിസിനസ് ഇവർക്ക് സാധ്യമാകും. അങ്ങനെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ മകയിരത്തിന് വന്നു ചേരും. അടുത്തത് മൂന്നാമത്തെ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രം പുണർതമാണ്. കുടുംബത്തിൽ സമാധാനം തിരികെ വരും. ഒരു പുതിയ വീടോ വാഹനമോ സ്വന്തമാക്കാൻ സാധിക്കും. അങ്ങനെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പുണർതത്തിനി കഴിയുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്നൊരു നക്ഷത്രമുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെയൊക്കെ ഉത്രം നക്ഷത്രമാണ്. വലിയൊരു വീട് വയ്ക്കാൻ ഒരു രാജകുമാരനെ പോലെ അല്ലെങ്കിൽ ഒരു രാജ്ഞിയെപ്പോലെ വസിക്കാനുള്ളൊരു യോഗം. ഔദ്യോഗിക രംഗത്ത് ബഹുമാനവും സ്ഥാനക്കയറ്റവും ലഭിക്കും. വലിയ നേട്ടം, വലിയ ഭാഗ്യം ഇവർക്ക് വന്നു ചേരും. അഞ്ചാമത്തെ ഭാഗ്യമുള്ള നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. കാലങ്ങളായി ദുരിത ദുഃഖങ്ങൾ മാത്രമായിരുന്നു ഇവർക്ക്. എന്നാൽ ദുരിതവും ദുഃഖവും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ ചിത്തിരയ്ക്ക് കഴിയുന്നു. ഭാഗ്യമാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യാനുഭവം വന്നു ചേരും. അടുത്ത നക്ഷത്രം വിശാഖമാണ്. മുടങ്ങിക്കിടന്ന മംഗളകർമ്മങ്ങൾ, വിവാഹം പോലുള്ളവ വേഗത്തിൽ നടക്കും. ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്. ഏഴാമത്തെ ഭാഗ്യമുള്ള നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. ഒരു സൗഭാഗ്യകാലം, അല്ലെങ്കിൽ ഈ ഒരു സൗഭാഗ്യകാലം പൂർണ്ണതയിൽ എത്താനും നിലനിർത്താനും നിങ്ങളൊരു മന്ത്രം കൂടി ജപിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഓർത്തു വെച്ചോളൂ. രാവിലെയും വൈകുന്നേരവും ശുദ്ധിയോടെ ഇത് ചെല്ലുന്നത് നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങളും, നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലുക. മന്ത്രം ഇതാണ്: ഓം ഹ്രീം നമഃ ശിവായ. അതെ, ഭഗവാൻ ശിവൻ്റെ മൂലമന്ത്രം. ഭക്തിയോടെ ഉരുവിടുന്നത് നിങ്ങളുടെ ഗൃഹദോഷങ്ങളെ അകറ്റുകയും ഭാഗ്യത്തെ ഇരട്ടിയാക്കുകയും ചെയ്യും. ഭാഗ്യം വരുമ്പോൾ അത് കൈവിടാതെ സൂക്ഷിക്കാൻ ചില കർമ്മങ്ങൾ കൂടി ആവശ്യമാണ്. അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തുക. പറ്റുമെങ്കിൽ കുടുംബസമേതം പോകുന്നത് നന്നാകും. ശിവന് ധാരയും പിൻവിളക്കും വഴിപാടായി കഴിപ്പിക്കുക. വിഷ്ണുവിന് പാൽപ്പായസം നേദിക്കുക. ശനിയാഴ്ചകളിൽ നീരാഞ്ജനം തെളിയിക്കുന്നത് നിങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നക്ഷത്രഫലങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മൾ കൂടുതൽ പ്രയത്നിക്കുക കൂടി ചെയ്താൽ വിജയം ഉറപ്പാണ്. ഈ ഏപ്രിൽ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു കാലം ആശംസിക്കുന്നു. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവീശ്വര്യമാണ്. ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ചറിയാൻ വാട്സാപ്പിൽ ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.